ഇന്നലെ യുഎസ് വിപണികളെല്ലാം മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 0.5% താഴെയാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം ക്ലോസ് ചെയ്തത്. യുഎസിൽ ഹൗസ് റൂൾസ് കമ്മിറ്റി ഒരു റിവ്യൂ നടത്തുന്നുണ്ട്. അതായത് ടാക്സ് കട്ടിനെ സംബന്ധിച്ച് ഒരു പ്രപ്പോസൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് വോട്ടിങ്ങിന് ഇടണോ വേണ്ടയോ എന്നുള്ള തരത്തിലുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, റിവ്യൂ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു അനൗൺസ്മെന്റ് ഏതാണ്ട് 10:30 ഇന്ത്യൻ ടൈം 10:30 വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഏഷ്യൻ യൂറോപ്യൻ വിപണികളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഓസ്ട്രേലിയൻ RBI അവിടുത്തെ റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ട്. അതുപോലെ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ചൈനയിലും റേറ്റ് കട്ട് വന്നിട്ടുണ്ട്. യൂറോപ്പിൽ ജർമ്മനിയുടെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് പ്രതീക്ഷയിലും മികച്ച രീതിയിലാണ് വന്നത്. അപ്പോൾ പൊതുവെ വിപണികളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. US വിപണിയാണ് മൈനസിൽ ഇന്നലെ ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യൻ വിപണികളും ഇന്നലെ മൈനസാണ് ക്ലോസ് ചെയ്തത്. ഇൻഡെക്സുകളെല്ലാം ഏതാണ്ട് 1% മുകളിൽ മൈനസിലേക്കാണ് വന്നത്. അതിൽ എറ്റേണൽ എന്ന് പറയുന്ന കമ്പനി ഏതാണ്ട് 4% മൈനസിലാണ് ക്ലോസ് ചെയ്തത്. അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സെല്ലിംഗ് ആണെന്നാണ് കാണുന്നത്. MSCI ഇൻഡെക്സിൽ നിന്ന് അതിന്റെ എക്സ്ക്ലൂഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള സെല്ലിംഗ് ആവാനാണ് സാധ്യത. അതുപോലെ HDFC ബാങ്ക് 1.5%, റിലയൻസ് 1.5% അടുത്തും മൈനസ് ആയിട്ടാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. അതുപോലെ എല്ലാ സെക്ടറുകളും ഇന്നലെ മൈനസിലേക്ക് വന്നു. പ്രധാനമായിട്ടും ഓട്ടോ സെക്ടറുകളിലും ഡിഫൻസ് സെക്ടറുകളിലും ഒക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലെ കണ്ടിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്ട് 10,000 കോടി രൂപയ്ക്ക് അടുത്ത് സെല് ചെയ്തിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവർ പൊതുവെ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും നോക്കുകയാണെങ്കിൽ 21% കോൾ ആഡ് ചെയ്തിട്ടുണ്ട്, 3% പുട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കോള് കൂടുതൽ വിൽക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്, അത് വാങ്ങുന്നത് പ്രോ ട്രേഡേഴ്സ് ആണ്. ഒരുപക്ഷെ പ്രോ ട്രേഡേഴ്സ് വിറ്റ കോളുകളായിരിക്കാം ഒരുപക്ഷെ തിരിച്ച് വാങ്ങുന്നത്. ഫ്യൂച്ചേഴ്സിൽ 63% ഷോർട്ട് പൊസിഷനിൽ FIs നിൽക്കുന്നു. പ്രോ ട്രേഡേഴ്സ് 51% ഷോർട്ട് നിൽക്കും. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് മൈനസിലേക്ക് പോകേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ട്രിഗർ ഒന്നുമില്ല. മാർക്കറ്റിനെ പോസിറ്റീവിലേക്ക് നയിക്കാൻ പറ്റിയ ട്രിഗർ ഒന്നുമില്ല. ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ക്ലാരിറ്റി ഒന്നും വന്നിട്ടില്ല. പിന്നെ കോവിഡ് വ്യാപിക്കുന്നു എന്ന് തരത്തിലുള്ള ന്യൂസുകളുണ്ട്. ഇന്നലെ ഏതാണ്ട് 2ഓളം മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു റീസൺ ആകാം. പ്രധാനമായിട്ടും ഇതൊക്കെ നോക്കിയാലും പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കയറിയതിൽ നിന്ന് പ്രധാനപ്പെട്ട അത്തരം സെക്ടറുകളിലും ഓഹരികളിലും ഒക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഉള്ളത് ONGC, ഇൻഡസിൻഡ് ബാങ്ക്, ഇൻഡിഗോ, കോൾഗേറ്റ് പാമോലിവ്, NTPC ഗ്രീൻ എനർജി, ഓയിൽ ഇന്ത്യ, എർക്കോൺ ഇന്റർനാഷണൽ, RVNL, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, മാൻകൈൻ ഫാർമ, നാഷണൽ അലുമിനിയം എന്നീ കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. മറ്റൊന്ന് UK ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ വരാനുണ്ട്. അതുപോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു ഡേറ്റയും വരാനുണ്ട്. പിന്നെ ഉള്ളത് ഈ ടാക്സ് ബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള കട്ടിനെ സംബന്ധിച്ചിട്ടുള്ള അത് പാർലമെന്റിൽ അവതരിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്രൂവലിന്റെ ഡിസിഷനാണ് വരാനുള്ളത്. ഇനി FOMC മെമ്പേഴ്സിന്റെ ഒക്കെ മീറ്റിംഗ് മാത്രമേ ഇന്ന് പ്രധാനമായിട്ടും വരാനുള്ളൂ. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളെല്ലാം പോസിറ്റീവിലായിട്ട് ട്രേഡ് ചെയ്യുന്നത്. GNX നിഫ്റ്റി പോസിറ്റീവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ 2-3 ദിവസങ്ങളായി മാർക്കറ്റ് പോസിറ്റീവിൽ ഓപ്പൺ ചെയ്ത് നെഗറ്റീവിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.